ശുചീകരണ തൊഴിലാളികളെ സ്ഥലം മാറ്റി തിരുവനന്തപുരം നഗരസഭ. സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് പുറത്തിറക്കി 117 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ശുചീകരണത്തിലടക്കം വലിയ പാളിച്ച സംഭവിച്ച സമയത്താണ് കൂട്ട സ്ഥലമാറ്റം. അഞ്ജു ചേരുകയാണ്. അഞ്ജു, തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യങ്ങൾ പല ഭാഗത്തും കുന്നുകൂടുന്ന സാഹചര്യമാണ്. ഭരണം നടത്തുന്ന BJP നഗരസഭ കോർപ്പറേഷൻ ഭരണസമിതിയുടെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത്. പക്ഷേ അതിന് പാവപ്പെട്ട ശുചീകരണ തൊഴിലാളികളെ സ്ഥലം മാറ്റി അതിന് പ്രതികാരം ചെയ്യുകയാണോ നഗരസഭ? അഞ്ജു, നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന അത്തരത്തിലൊരു നിലപാട് തന്നെയാണ്. കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം കുന്നുകൂടുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെ ഉയരുന്നത്. ഈ ഇഞ്ചക്കലിലെ അടക്കം വലിയ രീതിയിൽ ഇഞ്ചക്കൽ ഒരു KSRTCന്റെ പഴയ ഒരു കെട്ടിടം ഉണ്ടായി. അവിടെ അടക്കം ഈ ആറ്റുകാൽ പൊങ്കാലയുടെ വേസ്റ്റുകൾ അടക്കമാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇത്തരത്തിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ വേസ്റ്റ് കുമിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ വരുന്നൊരു ഘട്ടത്തിലാണ് 117 ശുചീകരണ തൊഴിലാളികളെ ഒറ്റയടിക്ക് ഒറ്റ ഉത്തരവിൽ സ്ഥലം മാറ്റിക്കൊണ്ട് നഗരസഭ ഒരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. നഗരസഭ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഭരണ സൗകര്യാർത്ഥം മാത്രം നടത്തിയ ഒരു ട്രാൻസ്ഫർ മാത്രമാണ്, സ്ഥലമാറ്റം മാത്രമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ 117 പേരെ മാറ്റിയിരിക്കുന്നത്. 117 പേരും പുതുതായി ചുമതല കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് പോയി കൃത്യമായി തന്നെ അവിടുത്തെ ഡ്യൂട്ടി നിലവിൽ ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇനി അവിടെ തുടരണമെന്നാണ് നഗരസഭ അറിയിച്ചത്. ഇതിൽ ഏറ്റവും വലിയൊരു ഗുരുതരകരമായ കാര്യമെന്ന് പറയുന്നത് ഈ പല ഭാഗങ്ങളിലും വേസ്റ്റുകൾ കുന്നുകൂടുന്നത് ഈ ഹരിതകർമ്മ സേനയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഈ വീടുകളിൽ നിന്നടക്കം ഇത് ശേഖരിച്ചു കൊണ്ടുവരുന്നത്. അത്തരത്തിൽ അവർക്കത് മുന്നോട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതിയുണ്ട്. കൃത്യമായി തന്നെ ഒരു ഭാഗത്തുനിന്ന് വേസ്റ്റ് എടുക്കുന്നു, അതിൽ അവർക്ക് ആ ഒരു ഭാഗത്തുനിന്ന് എടുക്കുമ്പോൾ തന്നെ അവിടെ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള കണക്കടക്കം ഇവർക്കുണ്ടായിരിക്കും. പക്ഷെ ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു സ്ഥലമാറ്റം ഉണ്ടാകുമ്പോൾ ഇനി അവർക്കത് ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നിലവിൽ പാളിച്ചകളോടുകൂടി തന്നെയാണ് നഗരസഭയിലെ ശുചീകരണം മുന്നോട്ട് പോകുന്നത്. അത് ഒന്നും കൂടി പാളുന്ന ഒരു തരത്തിലേക്ക് എത്തും. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു നീക്കമാണ് ഇപ്പൊ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഈ വലിയ രീതിയിൽ പകർച്ചവ്യാധികൾ അടക്കം പകരുന്ന ഒരു സാഹചര്യത്തിലാണ് നഗരസഭയിലെ ഈ മാലിന്യ വിഷയവും കൂടെ വലിയ രീതിയിൽ വിവാദമാകുന്നത്. അതിനെ തുടർന്ന് തന്നെയാണ് ഈ 117 പേരെ സ്ഥലം മാറ്റിയുള്ള ഉത്തരവ് നഗരസഭ പുറത്തിറക്കുന്നത്. വലിയ പ്രതിഷേധം തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം അവരുടെ പ്രവർത്തനങ്ങളെ വീണ്ടും താളം തെറ്റിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ സ്ഥലം മാറ്റം പോകും. ഷമി, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയുന്നത് പോലെ തിരുവനന്തപുരം നഗരസഭയുടെ വീഴ്ചയ്ക്ക് പാവപ്പെട്ട ശുചീകരണ തൊഴിലാളികളെ സ്ഥലം മാറ്റിയാണ് അവർ സായുജ്യമടയുന്നത്. പക്ഷേ തിരുവനന്തപുരം നഗരവാസികൾ മൂക്കുപൊത്തി നടക്കുകയാണെന്ന വസ്തുത ഇപ്പോഴും കോർപ്പറേഷൻ ഭരണസമിതി തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.